ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജാസ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പോത്ത് കൊണ്ടൊരു കൊണ്ടാട്ടം. പോത്തിറച്ചിയാണ്. ഞാൻ 400 ഗ്രാം ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ആദ്യം തന്നെ ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 6 വിസിലിടണം ഇതിന്. ആദ്യം തന്നെ നമുക്ക് അടുപ്പ് കത്തിച്ച് കുക്കർ വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് 6 വിസിൽ കേട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ അടുപ്പ് ഞാൻ ക്ലോസ് ചെയ്യണം. ഇത് ഇറച്ചി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് തണുക്കണ. ഇത് ആവിയെല്ലാം കുക്കറിൻ്റെ ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. ഇതിനെ നമുക്ക് തണിയാൻ വയ്ക്കാം. ഇത് തണുക്കാൻ നന്നായിട്ട് തണിയട്ടെ. നമ്മൾ ഇത് പോത്തിറച്ചി തണുത്തിട്ടുണ്ട്. നമുക്കിതിനെ കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പോത്തിറച്ചി നമ്മൾ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാക്കിയതാണ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൽ കുരുമുളക് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എങ്കിലും വെച്ച് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ തയ്യാറാക്കുന്ന മാവ് റെഡിയാക്കാം. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇടാം. 1.5 കപ്പ് കോൺഫ്ലവറാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. 1 സ്പൂണ്, ചെറിയ സ്പൂണിന് 1 സ്പൂണാണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന്, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചൊന്ന് കളിക്കാം. കോൺഫ്ലവർ കൊണ്ടുള്ള കൂട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് തയ്യാറാക്കാം. ആദ്യം തന്നെ നമുക്ക് അടുപ്പ് കത്തിച്ചൊരു പാത്രം വെച്ച് കൊടുക്കാം തയ്യാറാക്കാനുള്ള. ഇതിലേക്ക് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിനെ ഈ മാവിൽ മുക്കി നമുക്ക് ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം വെന്ത് കഴിഞ്ഞ് ഇനി അടുത്ത വശം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പോത്തിറച്ചി കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പോത്തിറച്ചി കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ടൊമാറ്റോ സോസ് ഉണ്ട്. കഴിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.